ഞങ്ങൾ പഠിച്ച സെയിം സ്കൂളിൽ നമ്മുടെ മക്കളെയും പഠിപ്പിക്കുമ്പോൾ ആ പേരും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ സ്കൂളിൽ കയറി ചെല്ലാൻ കിട്ടുന്ന ഓരോ അവസരവും എന്തോ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. വേറൊന്നുമല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും സെയിം സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചത്. അവിടെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങളുടെ മക്കളും പഠിക്കുന്നത്. ഇനിയൊരു കൂടി വന്ന ഒരു 3-4 വർഷം കൂടി ഞങ്ങൾക്ക് ഈ പേരും പറഞ്ഞിട്ട് ആ സ്കൂളിലേക്ക് കയറി ചെല്ലാം. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഓരോ മുക്കും മൂലയും എന്തൊക്കെയോ ഒക്കെ ഞങ്ങൾ മറന്നു വെച്ച ഒരു ഫീലൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് കിട്ടുന്ന ഒരവസരം ഞാൻ പെട്ടെന്നൊന്നും പാഴാക്കാറില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ പിള്ളേർ രണ്ടുപേരും രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കുട എടുക്കാനായിട്ട് പറഞ്ഞു. ഈവനിങ് ആണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുട കൊണ്ട് കൊടുക്കാമെന്നുള്ള പേരിൽ ഞാൻ റെഡിയായി ഈവനിങ് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ പോയ സമയത്താണെങ്കിലോ DO ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് റിക്വസ്റ്റ് ചെയ്യായിരുന്നു, ഒരു 10 മിനിറ്റും കൂടി ഒന്ന് എല്ലാ പാരൻസും ഒന്ന് കാത്തു നിൽക്കണം, അത് കഴിഞ്ഞിട്ടായിരിക്കും മക്കളെ വിടുന്നതെന്ന്. ആ കൂട്ടത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങളെ 3 കൊല്ലവും പഠിപ്പിച്ച ഫിസിക്സ് പഠിപ്പിച്ച ജയദീപ് സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാറാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവിടുത്തെ പ്രിൻസിപ്പള്. അപ്പോൾ അദ്ദേഹം വന്ന് ഓരോ പാരൻസിനോടും പറയുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ പേര് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണോ ചമ്മലാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നാലും ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നി. സാറ് എല്ലാ പാരൻസിനോടും റിക്വസ്റ്റ് ചെയ്യായിരുന്നു, എല്ലാവരും ഒന്ന് കാത്തു നിൽക്കണം, അകത്തേക്ക് വന്ന് കാത്തു നിൽക്കാന്നുള്ളത്. ആ കൂട്ടത്തിൽ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞ് വീണ അകത്തേക്ക് കയറാലോ എന്നുള്ളത് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ ഇന്നത്തെ കേക്ക് 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്, സ്ക്വയർ ഷേപ്പിലാണ്. ഈ നമ്പർ കേക്കൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ വെയിറ്റ് കൂടുതൽ വേണം എന്നൊക്കെ പറയും ഞങ്ങൾ കേക്കിൽ, 2 നമ്പേഴ്സൊക്കെ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതിന് പകരം 12 എന്നൊരു തീമാണ് ഇതിലോട്ട് എടുത്തത്. ഇത് ഏത് ഏജ് കാറ്റഗറിക്കും ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ കേക്കാണ്. പക്ഷെ എന്നാൽ നല്ലൊരു എലഗൻ ലുക്കും കിട്ടുന്ന ഒരു കേക്കാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ജെംസ് വെച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കേക്ക് 2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. തീം നമ്പർ 12 ആയിരുന്നു. ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോറി ആണോ അത് കേക്കാണോ ഇഷ്ടമായി എന്നുള്ളത് ഒന്ന് പറയണേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. താങ്ക് യു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്ക്. താങ്ക് യു.